നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് തുടങ്ങി. പ്രതിനിധി സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ് KM അഹമ്മദ് അനുസ്മരണവും മാധ്യമ അവാർഡ് വിതരണവും നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബം ഉറൂസിന് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു. മഞ്ചേശ്വരം മീഞ്ച കടമ്പാർ ചാതിപ്പടുപ്പിലായിരുന്നു സംഭവം. മഹിളാ സാഹസ് യാത്രയുടെ ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. LDF ഭരണത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതായെന്ന് ബിന്ദു കൃഷ്ണ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരവ് കുറഞ്ഞു. കുതിച്ചുയർന്ന് നേന്ത്രക്കായ വില. തെങ്ങോലപ്പുഴു ശല്യം രൂക്ഷം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ എതിർപ്രാണികളെ തുറന്നുവിട്ട് പ്രതിരോധം. വാർത്തകൾ വിശദമായി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. 2 ദിവസങ്ങളിലായി നഗരസഭ ടൗൺ ഹാളിലാണ് സമ്മേളനം. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് നഗരസഭ ടൗൺ ഹാളിൽ തുടക്കമായി. 14 ജില്ലകളിൽ നിന്നുള്ള 1200 പ്രതിനിധികളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടേതായ ജന്മസിദ്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ, പ്രാവർത്തികമാക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യമായി, സാമ്പത്തികമായി, ശാരീരികമായി ജീവിത പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണുക എന്ന് പറയുന്ന ഉന്നതമായ ഉദാത്തമായ മാനവധർമ്മം സ്വീകരിക്കാനുള്ളൊരു മനുഷ്യത സ്വീകരിക്കാൻ തയ്യാറാകും. തുടർന്ന് ഭിന്നശേഷിക്കാരുടെ തൊഴിൽ സംവരണവും സാധ്യതകളും പരിമിതികളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. വാർഷിക പൊതുയോഗവും നടന്നു. വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ മുതൽ പൊതുയോഗം തുടരും. ഉച്ചയ്ക്ക് 12-ന് സമാപന സമ്മേളനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ KM അഹമ്മദ് അനുസ്മരണവും മാധ്യമ അവാർഡ് വിതരണവും നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NA നെല്ലിക്കുന്ന MLA KM അഹമ്മദ് അനുസ്മരണം നടത്തി. പ്രമുഖ മാധ്യമപ്രവർത്തകനും ദീർഘകാലം കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും കാസർഗോഡിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യവുമായിരുന്ന KM അഹമ്മദിൻ്റെ 7ാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങും മാധ്യമ അവാർഡ് വിതരണവും നടത്തി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർ സത്യസന്ധതയും ആത്മാർത്ഥതയും നിലനിർത്തി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മാധ്യമരംഗത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ടാവണം ആധുനികതയുടെ കാലത്ത് പത്രപ്രവർത്തനം നടത്തേണ്ടത്. മാധ്യമപ്രവർത്തകർക്ക് ആത്മബോധമുണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് ലോകം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവവികാസങ്ങളും അതാത് സമയം ലോകമറിയുകയാണ്. അത് യാന്ത്രിക സൗകര്യങ്ങളുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാം. ഇതെല്ലാം ചെയ്യുമ്പോഴും വാസ്തവത്തിൽ അതിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ധാർമ്മികതയും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന പത്രധർമ്മം, ആ ധർമ്മത്തിൻ്റെ കൃത്യനിർവഹണം, അത് അലംഘനീയമായി തുടരാൻ കഴിയുന്ന ഒരു ആത്മബോധവും ആത്മചൈതന്യവുമാണ് വാസ്തവത്തിൽ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടാകേണ്ടത് എന്ന് വിനീതമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിർദ്ദേശിക്കാനെന്നുള്ള അധികാരാവകാശമൊന്നും എനിക്കില്ല, ആഗ്രഹിക്കുന്നു. കാരണം ഒരു മാധ്യമ സുഹൃത്തിൻ്റെ ധർമ്മനിർവഹണം അതുപോലെ നിർവഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. തുടർന്ന് KM അഹമ്മദ് സ്മാരക പത്രപ്രവർത്തക അവാർഡ് മലയാള മനോരമ കണ്ണൂർ യൂണിറ്റിലെ ഫോട്ടോഗ്രാഫറായ ജിതിൻ ജോയൽ ഹാരിമിന് സമ്മാനിച്ചു. അവാർഡ് തുകയും ഫലകവും മന്ത്രിയിൽ നിന്നും ജിതിൻ ജോയൽ ഹാരിം ഏറ്റുവാങ്ങി.
വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട് അഭയം തേടിയ കുടുംബത്തിലെ കുട്ടിയെ സൈന്യം മറുകരയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്ന ചിത്രത്തിനാണ് ജിതിൻ ജോയൽ ഹാരിമിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുന്ന് MLA KM അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ, TA ഷാഫി, VV പ്രഭാകരൻ, നഹാസ് P മുഹമ്മദ്, സുരേന്ദ്രൻ മടിക്കൈ, പുരുഷോത്തമ പെർല എന്നിവർ സംസാരിച്ചു. ജിതിൻ ജോയൽ ഹാരിം മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബം ഉറൂസിന് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു. മഞ്ചേശ്വരം മീഞ്ച കടമ്പാർ ചാതിപ്പടുപ്പിലെ ഇബ്രാഹിമിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. 8000 രൂപയും സ്വർണവുമാണ് ഇവിടെ നിന്നും മോഷണം പോയത്. മഞ്ചേശ്വരം മീഞ്ച കടമ്പാർ ചാതിപ്പടുപ്പിൽ കുടുംബം ഉറൂസിന് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു. ചാതിപ്പടുപ്പിലെ ഇബ്രാഹിമിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. 8000 രൂപയും സ്വർണവുമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇബ്രാഹിമും കുടുംബവും കഴിഞ്ഞ ദിവസം രാത്രി കടമ്പാർ പള്ളിയിൽ ഉറൂസിന് പോയപ്പോഴായിരുന്നു മോഷണം നടന്നത്. കവർച്ച നടന്നത് അയൽവാസികളെ അടക്കം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. 8:30 മണിക്ക് വീട് പൂട്ടിയിട്ട് എല്ലാവരും ഇവരും പിന്നെ ഇവരുടെ ഭാര്യയും മക്കളെല്ലാവരും ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മഹലിൽ നടക്കുന്ന ഉറൂസ് പരിപാടിക്ക് പോയതായിരുന്നു. ഉറൂസ് പരിപാടി കഴിഞ്ഞിട്ട് രാത്രി 12 കാലിന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പുറകത്തെ വശത്തുള്ള പിന്നെ ഡോറ് പൊളിച്ച നിലയിൽ കാണുന്നത്. ഇവർ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 ബെഡ്റൂമിലുള്ള കപ്പാട്ടുകളൊക്കെ പൊളിച്ച് അതിലുള്ള സ്വർണവും അതുപോലെ തന്നെ പണവും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട രേഖകളൊക്കെ പിന്നെ മോഷിച്ച നിലയിലാണ് കണ്ടത്. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. ആ സമയത്ത് പോലീസ് വന്നിരുന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടച്ചിട്ട വീടുകളെ ലക്ഷ്യം വെച്ച് മോഷണം നടക്കുന്നത് പതിവാക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അവധിക്കാലത്ത് ബന്ധുക്കളെ കാണുവാൻ പോകുന്ന കുടുംബങ്ങളുടെ വീടുകളും അടച്ചിട്ട കടകളും കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചതോടെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കവർച്ച പെരുകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ആളുകളെ കണ്ടാൽ ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്നുമാണ് പോലീസ് നിർദ്ദേശം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ബേളയിൽ 50 വർഷമായി താമസിച്ചു വരുന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശം അനുവദിച്ചു തരുന്നില്ലെന്ന പരാതിയുമായി പട്ടികവർഗ കുടുംബം രംഗത്ത്. ബേളയിലെ പരേതനായ കൊറകനായിക്കിന്റെ ഭാര്യ അക്കു ഹോങ്സു ആണ് വാർത്താ സമ്മേളനത്തിലൂടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തിയത്. ബേള വില്ലേജിൽ റീസർവേ നമ്പർ 19/3/1 സ്ഥലത്താണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബം താമസിക്കുന്നത്. തങ്ങളുടെ അധീനതയിലുള്ള 2.54 ഏക്കർ അനുവദിച്ച് തരണമെന്നാണ് ഇവരുടെ ആവശ്യം. 1.20 ഏക്കർ അനുവദിക്കാമെന്നും ബാക്കിയുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും റവന്യൂ സംഘം ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. തഹസിൽദാർ മുതൽ രാഷ്ട്രപതി വരെയും പട്ടികവർഗ ദേശീയ കമ്മീഷൻ ചെയർമാനും പരാതി നൽകിയിരുന്നു. താമസിക്കുന്ന ഓടുമേഞ്ഞ വീടും പശു തൊഴുത്തും ഉൾക്കൊള്ളുന്നതാണ് അവകാശവാദമുന്നയിക്കുന്ന സ്ഥലം. ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ഭൂമി അനുവദിക്കാതിരിക്കുന്നതിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. കുമ്പളയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേശവ നായിക്, ശ്രീധര നായിക്, വിജയലക്ഷ്മി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വാളയാർ കേസ് അട്ടിമറിക്കുന്നതിന് പോലീസിന്റെ ഉന്നത നിലയിലുള്ള ഉദ്യോഗസ്ഥരാണ് കൂട്ടുനിന്നതെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ പോഡിയത്തേക്കാൾ ചെറിയൊരു കൂര, അതിനകത്ത് ആ കുഞ്ഞിന് നേരെ നിവർന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തടുത്ത് കേരള പോലീസ് പറയുക ആ കുഞ്ഞ് കെട്ടിത്തൂക്കിയതാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങിയതാണെന്ന് പറയുമ്പോൾ അന്ന് അവിടെ ചെന്നവരടക്കം മനസാക്ഷിയുള്ള ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ തൂങ്ങി മരിച്ചതല്ല, അവരെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന്. എന്നിട്ട് ആ കേസ് അന്വേഷിച്ച് അട്ടിമറിച്ച DYSP സോജന് താമ്ര
മറുപടി കൊടുത്തു കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യന് IPS കൺഫർ ചെയ്ത് കൊടുത്ത് ഈ ഒരു കേസിൽ അന്വേഷണം അട്ടിമറിച്ചു എന്ന ആരോപണത്തിന് വിധേയനായി നിൽക്കുന്ന ആൾക്ക് ഇന്ത്യൻ പോലീസ് സർവീസില് IPS ആരെങ്കിലും കൺഫർ ചെയ്ത് കൊടുക്കുമോ? തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ അഡ്വക്കേറ്റ് ജെബി മേത്തർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, സംസ്ഥാന ഭാരവാഹികളായ നസീമ ഖാദർ, R ബിന്ദു, രജനി രാമാനന്ദ്, K സിന്ധു, ജയലക്ഷ്മി ദത്തൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, DCC ഭാരവാഹികളായ മാമുനി വിജയൻ, KP പ്രകാശൻ, ധന്യ സുരേഷ്, PV സുരേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് A രതില, O സുജാത, K പ്രസന്ന എന്നിവർ സംസാരിച്ചു. ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ വെച്ച് മഹിളാ സാഹസയാത്രയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നേന്ത്രക്കായ വില കുതിച്ചുയർന്നു. ഉൽപാദനം കുറഞ്ഞതിനെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. കാസർകോട്ടെ വിപണിയിൽ 80 രൂപയിലധികമാണ് 1 കിലോ നേന്ത്രക്കായയുടെ വില. പഴവർഗ്ഗങ്ങളിൽ നേന്ത്രക്കായയുടെ വില കുതിച്ചുയരുന്നത് തുടരുന്നു. കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയാണ് നേന്ത്രക്കായ കേരളത്തിലെത്തുന്നത്. ഇവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതോടെ വരവും കുറഞ്ഞു. ഇതാണിപ്പോൾ നേന്ത്രക്കായയുടെ വില റെക്കോർഡ് വർധനയിലേക്കെത്തുവാൻ കാരണമായത്. കിലോഗ്രാമിന് 65 മുതൽ 66 രൂപ വരെയാണ് മൊത്ത വില. 80 രൂപ മുതൽ 85 രൂപ വരെയാണ് ചില്ലറ വില. നേരത്തെ 50നും താഴെയുണ്ടായിരുന്ന ചില്ലറ വിലയാണ് ഇപ്പോൾ 85ലേക്ക് എത്തി നിൽക്കുന്നത്. വില കൂടിയതോടെ നേന്ത്രക്കായയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. ഈ നേന്ത്രപ്പഴത്തിന് പൊതുവേ സാധനം വരുന്നത് കുറവായതുകൊണ്ടാണ് ഈ വില കൂടാൻ കാരണം. പിന്നെ മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് തമിഴ്നാട് വയനാട് നിന്ന് വരുന്ന കായാണ്. അപ്പോൾ അവിടെ വില കൂടിയത് കൊണ്ട് ഇടിയും വില കൂടി. ഇപ്പോൾ ചില്ലറ വിൽപ്പന 80 റുപ്യ, 68-70 റുപ്യ ഒരു ഹോൾസെയിൽ റേറ്റ് ഉണ്ട്. സാധാരണക്കാർക്ക് താങ്ങുവാൻ പറ്റാത്ത വില വർധനവാണ് നേന്ത്രക്കായയ്ക്കിപ്പോൾ. അതിനാൽ തന്നെ പഴം കടകളിലേക്കുള്ള ലിസ്റ്റിൽ നിന്നും പലരും നേന്ത്രപ്പഴത്തെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര എടുക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. ഭയങ്കര ഡെയിലി പോകുമ്പോൾ പഴത്തിന് കൂടുതൽ വില 80, 85, 80 ഇങ്ങനെയുള്ള വരുന്നില്ല. അവിടെ നിന്ന് പോയെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് പാവട്ടർ എങ്ങനെ എടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട്. നേന്ത്രക്കായ വില ഉയർന്നെങ്കിലും കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. 1 മാസം കഴിയുന്നതോടെ വയനാട് നിന്നുള്ള നേന്ത്രക്കായ വിപണിയിലേക്ക് കൂടുതലായി എത്തുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. ഇതോടെ നേന്ത്രപ്പഴത്തിന് വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേന്ത്രപ്പഴത്തിൻ്റെ മധുരമൊന്നും വിലയിക്കില്ല. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ നേന്ത്രക്കായയുടെ വില. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ മുൻ അധ്യാപകർക്ക് ആദരവേകി. അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും നമുക്കറിയാം, ഒരു നാടിന്റെ വികസനത്തിൽ അല്ലെ നാടിന്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ വേണ്ടിയിട്ട് അവിടെ അധ്യാപക സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ടീച്ചർമാരുടെ ഓരോ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മനുഷ്യനാക്കുന്ന ടീച്ചർമാരുടെ പ്രവൃത്തിയാണ്. അവരെ നല്ലവരും മോശമാക്കുന്നിട്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ടീച്ചർമാർക്ക് അങ്ങനെ സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഓരോ ടീച്ചർമാർക്കും അത്രയധികം സ്വാധീന ശക്തിയുണ്ട്. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DEO V ദിനേശ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിട്ടയർഡ് കായിക അധ്യാപകൻ സൂര്യനാരായണ ഭട്ട്, മദനൻ CK, റഹീം ചൂരി, അൻവർ KT, രഞ്ജിനി R, P അനസൂയ, വരുൺ, കമറുദ്ദീൻ തായൽ, ചലന, ജലജ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രിൻസിപ്പൽ രാജീവൻ M സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തെങ്ങോലപ്പുഴ ബാധിച്ച പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിലിന്റെ നേതൃത്വത്തിലാണ് എതിർപ്രാണികളെ എത്തിച്ചത്. തെങ്ങോലപ്പുഴു അഥവാ ഓലത്തീനി പുഴുക്കൾ പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി തെങ്ങിനെ ബാധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിലിന്റെ നേതൃത്വത്തിലാണ് എതിർപ്രാണികളെ എത്തിച്ചത്. CPCRI എൻഡമോളജി വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പ്രതിഭ PS-ന്റെ മാർഗനിർദ്ദേശപ്രകാരം ഗോണിയോസസ് നെഫാൻഡിഡിസ്, ബ്രാക്കോൺ ബ്രവിക്കോണിസ് എന്നീ എതിർപ്രാണികളെയാണ് തെങ്ങുകളിൽ തുറന്നുവിട്ടത്. ഇവ തെങ്ങോലപ്പുഴുക്കളെ പരാധീകരിച്ച് നശിപ്പിക്കും. പുഴുക്കളിൽ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തി തെങ്ങോലപ്പുഴുവിന്റെ ലാർവകളെ നശിപ്പിച്ച് ആക്രമണത്തിന്റെ തീവ്രത കുറച്ചുകൊണ്ടുവരും. 40 മുതൽ 60 വരെ ദിവസത്തിനിടെ പെരുകി ഇവ കൂടുതൽ തെങ്ങുകളിലേക്ക് പടരും. ഇങ്ങനെ 2-3 മാസങ്ങൾക്കകം പുഴുശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ എതിർപ്രാണികൾക്ക് കഴിയും. ജനുവരി തുടങ്ങി മെയ് മാസത്തെ ആ ഒരു വേനൽക്കാല സീസണിലാണ് ഇത് കംപ്ലീറ്റ് വ്യാപിക്കുന്നത്. മഴക്കാലത്തോടു കൂടി ഇതിൻ്റെ ആക്രമണം ഇല്ലാണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ അറിയിപ്പ് കിട്ടിയ ഉടനെ നമ്മൾ കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഇതിനെ നമുക്ക് നശിപ്പിക്കാൻ ആവശ്യമായ എതിർപ്രാണികളെ ഇന്ന് തുറന്നുവിടാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ലഭ്യമായ 1000-ഓളം ഇത്രകീടങ്ങളെയാണ് തെങ്ങുകളിലേക്ക് തുറന്നുവിട്ടത്. കീടത്തിന് അനുകൂലമായ കാലാവസ്ഥയായതിനാൽ കീടാക്രമണത്തിന്റെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ എതിർപ്രാണികളെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ തെങ്ങുകളിലേക്ക് കയറ്റിവിടുന്നതാണ്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം കീടബാധയേറ്റ തെങ്ങുകളിൽ എതിർപ്രാണികളെ തുറന്നുവിടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഈ പറയപ്പെട്ട നാളികേര ഉൽപ്പന്നം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാളികേര ഉൽപ്പന്നത്തിന് അല്പം വിലയുള്ളൊരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന അഥവാ ഒക്ടോബർ മാസത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പുഴുക്കളിലൂടെ നമ്മൾ വ്യാപകമായിട്ട് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് 50% വരെ ഉൽപ്പാദനം തടയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രോഗാണുക്കൾ പടർന്ന സാഹചര്യത്തിലാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസ് വഴി ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവർത്തനം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, കപിൽ PP എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ അഷ്റഫ് TKP, ആസൂത്രണ കമ്മിറ്റി വൈസ് ചെയർമാൻ അസൈനാർ കുഞ്ഞിക്കെ, കർഷക സംഘം പടന്ന വില്ലേജ് പ്രസിഡന്റ് GS ജഹാംഗീർ, കർഷക P സഫറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മശ്രിക്കുൽ ഉലൂം പട്ല 10ാം വാർഷിക സന്നദ്ധാന സമ്മേളനം പട്ല താജുശ്ശേരി അലികുഞ്ഞി ഉസ്താദ് സ്ക്വയറിൽ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് സയ്യിദ് KS ആറ്റുകോയ തങ്ങൾ കുമ്പോൾ സന്നദ്ധാനം നിർവഹിച്ചു. മശ്രിക്കുൽ ഉലൂം പട്ല 10ാം വാർഷിക സന്നദ്ധാന സമ്മേളനം പട്ല താജുശ്ശേരി അലികുഞ്ഞി ഉസ്താദ് സ്ക്വയറിൽ നടന്നു. മഗ്രിബ് നിസ്കാര ശേഷം പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. സയ്യിദ് അൻവർ സദാത്ത് സഅദി അൽ അർഷദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി അൽ ഹൈദ്രോസി അധ്യക്ഷത വഹിച്ചു. ജാമിയ സഅദിയ ജനറൽ സെക്രട്ടറി സഅദുൽ ഉലമ AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് സയ്യിദ് KS ആറ്റുകോയ തങ്ങൾ കുമ്പോൾ സന്നദ്ധാനം നിർവഹിച്ചു. മശ്രിക്കുൽ ഉലൂം രക്ഷാധികാരി സയ്യിദ് ഹമീദ് അൻവർ സഖാഫി അനുമോദനം നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ആ അനുസരണത്തിൽ പലപ്പോഴും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിൽ പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ടല്ലോ. ഞാൻ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വേണ്ടാത്ത ചിന്ത വന്നു പോയിട്ടുണ്ടല്ലോ. അതേപോലെ ഞാൻ അള്ളാഹു വിരോധിച്ച പലതിലും ചാടിപ്പോയിട്ടുണ്ടല്ലോ. എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് തൗബയുടെ മനസ്സുമായി വളരെ വിനയാന്വിതരായി ജീവിക്കേണ്ടവരാണ് നാം. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ആ താഴ്മയുടെ ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ മുൻഗാമികളായ സാലിഹീങ്ങളെ പിന്തുടർന്ന് തന്നെ എനിക്ക് ജീവിക്കണമെന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകുന്നതായിരിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞത്, ഖുൽ ഹുവലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, SYS ജില്ലാ ജനറൽ സെക്രട്ടറി കരീം മാസ്റ്റർ ദർബാർ കട്ട എന്നിവർ സംസാരിച്ചു. BS അബ്ദുള്ളക്കുഞ്ഞ് ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കണ്ണവം, കരീം തങ്ങൾ നൂറബാദ് തുടങ്ങിയവർ സംബന്ധിച്ചു.
മഷ്രിഖുൽ ഉലൂം കൺവീനർ സത്താർ സ്വാഗതവും വൈസ് ചെയർമാൻ ബാപ്പിഞ്ഞി ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തകർന്നു കിടക്കുന്ന പടന്ന തെക്കേക്കാട് വണ്ണാത്തൻമുക്ക് തീരദേശ റോഡ് ടാറിംഗ് നടത്തി നവീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പടന്ന ഡിവിഷൻ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പടന്ന സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി CO സജി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ട നിർമ്മാണം നടക്കുന്ന പടന്ന ഗണേഷ് മുക്ക് തോട്ടം ഗേറ്റ് റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് മാമുനി രവി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം VV സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി മൂവ് അഡ്മിറേഴ്സ് അസോസിയേഷന്റെ മികച്ച സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ AG കമറുദ്ദീൻ, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി തിരുവള്ളൂർ സേവാ അവാർഡ് നേടിയ EP പ്രകാശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. TV കുഞ്ഞിരാമൻ, A സുരേഷ് ബാബു, C വിദ്യാധരൻ, മാടായി കുഞ്ഞികൃഷ്ണൻ, AG കമറുദ്ദീൻ, നെല്ലിക്കാൽ നാസർ, EP പ്രകാശൻ, K ഫിറോസ്, TP മുത്തലിബ്, PP അബ്ദുൾ റഹ്മാൻ, VK ഷാനിബ്, V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാവിലാക്കടപ്പുറം യൂണിറ്റ് പടന്ന ഡിവിഷനിൽ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. മാമുനി രവി പ്രസിഡന്റും VK ഷാനിബ് ജനറൽ സെക്രട്ടറിയും MTP നൌഷാദ് ട്രഷററുമായ 17-അംഗ പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ AHSTA ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ AHSTA ജില്ലാ സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ കോഴ്സിനും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരം പുലർത്തുവാൻ അടുത്ത കാലത്തായി റിസൾട്ട് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ ആരും കുഴപ്പമില്ല, അതിൻ്റെ കുഴപ്പക്കാർ ഈ ഗവൺമെൻറ്റാണ്. കാരണം ഇഷ്ടം പോലെ പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി 100% റിസൾട്ട് ഉണ്ടാക്കുവാൻ ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടു കൂടി മാർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നു, 100% ആക്കാൻ. AHSTA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മെജോ ജോസഫ്, സുബിൻ ജോസ്, ജുബിൻ ജോസ്, അൻവർ AB, പ്രേമലത K തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള പുരസ്കാര സമർപ്പണവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. AHSTA ജില്ലാ സെക്രട്ടറി ഷിനോജ് സെബാസ്റ്റ്യൻ സ്വാഗതവും ട്രഷറർ ബാലചന്ദ്രൻ AK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൺ ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർഗോഡ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ 4ാം വാർഷികവും കുടുംബസംഗമവും ബേക്കൽ റെഡ് മൂൺ ബീച്ചിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. വൺ ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർഗോഡ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ 4ാം വാർഷികവും കുടുംബസംഗമവും ബേക്കൽ റെഡ് മൂൺ ബീച്ചിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടനിൽ നിന്ന് മടയനായി അവരോധിക്കപ്പെട്ട നാരായണൻ മടയനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഗാനമേള, മറ്റ് കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. M ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. K വേണുഗോപാൽ, PK രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തലയിലെ ഞരമ്പിന് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അദ്നാന് അമർഷാൻ ഫൗണ്ടേഷന്റെ സഹായഹസ്തം. അദ്നാന്റെ ശസ്ത്രക്രിയ ചെലവിലേക്കായി 3,67,620 രൂപ കൈമാറി. കുമ്പള പഞ്ചായത്തിലെ മൊഗ്രാൽ ബദരിയ നഗറിലെ 10 വയസ്സുകാരൻ അദ്നാന് ചികിത്സാ സഹായം കൈമാറി അമർഷാൻ ഫൗണ്ടേഷൻ. 5 ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കായി ചെലവ് വരും. ഇതിൽ 3,67,620 രൂപയാണ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച് കുടുംബത്തിന് കൈമാറിയത്. വെറും 2 ആഴ്ച കൊണ്ടാണ് പ്രവർത്തകർ ഇത്രയും വലിയ തുക സമാഹരിച്ചത്. കോഴിക്കോട് ആശുപത്രിയിൽ വെച്ചാണ് അദ്നാന്റെ ശസ്ത്രക്രിയ നടത്തുക. നിർധന കുടുംബത്തിന് ഭീമമായ തുക താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. ഉദാരമതികളുടെ കനിവ് കാത്തു കഴിയുകയാണ് ഈ കുടുംബം. അമർഷാൻ ഫൗണ്ടേഷൻ പ്രവർത്തകരെ പോലെ തങ്ങളെ ചേർത്ത് നിർത്താൻ സുമനസുകൾ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് അദ്നാന്റെ കുടുംബം. അമർഷാൻ, ഷാഫി കാസർഗോഡ്, അസീസ് മടിയൻ, ഇല്യാസ് തൃശൂർ, സിദ്ദിഖ് ഉസ്താദ്, നൌഷാദ് കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിത്തറ കുരുക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ആദരവ് സഭ സംഘടിപ്പിച്ചു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരവധി വർഷത്തെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന നെല്ലിത്തറ കുരുക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ആദരവ് സഭ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹിപാൽ, CISF-ൽ ജോലി നേടി പോകുന്ന K വിനായകൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സമിതി പ്രസിഡന്റ് സത്യൻ MS അധ്യക്ഷത വഹിച്ചു. നെല്ലിത്തറ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഗുരുസ്വാമി പത്മനാഭൻ P, ക്ഷേത്രം പ്രസിഡന്റ് പ്രകാശൻ K, അഡ്വക്കേറ്റ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. K പവിത്രൻ സ്വാഗതവും TV സുജിത് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് തുടങ്ങി. പ്രതിനിധി സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ് KM അഹമ്മദ് അനുസ്മരണവും മാധ്യമ അവാർഡ് വിതരണവും നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബം ഉറൂസിന് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു. മഞ്ചേശ്വരം മീഞ്ച കടമ്പാർ ചാതിപ്പടുപ്പിലായിരുന്നു സംഭവം. മഹിളാ സാഹസ് യാത്രയുടെ ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു. LDF ഭരണത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതായെന്ന് ബിന്ദു കൃഷ്ണ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരവ് കുറഞ്ഞു. കുതിച്ചുയർന്ന് നേന്ത്രക്കായ വില. തെങ്ങോലപ്പുഴു ശല്യം രൂക്ഷം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ എതിർപ്രാണികളെ തുറന്നുവിട്ട് പ്രതിരോധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.